ആദാർ. ഇന്ന് നമുക്ക് മീർ തഖി മീറിന്റെ ഒരു ഗസൽ പരിചയപ്പെടാം. ഇബ്തിദായ് ഇഷ്ക് ഹേ രോതാ ഹെ ക്യാ എന്ന് തുടങ്ങുന്ന ഗസൽ. അതിനു മുന്നേയായിട്ട് മീറിനെ കുറിച്ച് നോക്കാം. മീർ തഖി മീർ കാ അസൽ നാം മുഹമ്മദ് തഖി ഥാ. ക്ലിയർ ആണല്ലോ. അദ്ദേഹത്തിന്റെ അസ്ലി നാം, ഒറിജിനൽ നെയിം വാസ് മുഹമ്മദ് തഖി. उनके वालिद अली मुत्तकी, वो बड़े सूफी मनुष्य आदमी थे, सूफी किस्म के आदमी थे. उनके वालिद का नाम अली मुत्तकी है. मुआमिलात दुनिया से कोई सरोकार नहीं रखते थे. मुआमिलात दुनिया എന്ന് പറഞ്ഞാല് ഇസ് ദുനിയ की जो മുആമിലാത്ത് है, ഈ ലോകത്തിലെ ഈ ഭൗതികമായ ലോകത്തിലെ ഇഷ്യൂസുമായിട്ട്, അതായത് ഈ ലോകത്തിലെ വിഷയങ്ങളും കാര്യങ്ങളുമായിട്ടൊന്നും അദ്ദേഹത്തിന് കാര്യമായ സറൂക്കാറിന് ഹീരിക്കരുത് എന്ന് വെച്ചാൽ വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു വെച്ചാല് അദ്ദേഹം ഈ ലോകത്തെ ആഗ്രഹിക്കുന്ന ആളെ ആയിരുന്നില്ല. പാരത്രിക ജീവിതം അതിനെക്കുറിച്ചുകൊണ്ട് ആലോചിക്കുന്ന, അതിനെക്കുറിച്ചുള്ള ചിന്തിക്കുന്ന ഒരാളായിരുന്നു. മീർ की पैदाइश, അതായത് सूफी किस्म के आदमी के नाते. मीर की पैदाइश 28 मई 1723 ईस्वी को आगरा में हुई. मुझे ചോദ്യം ചോദിച്ചേക്കാം, मियर की पैदाइश कब और कहाँ हुई? आगरा में हुई 28 मई 1723 ईस्वी को. उनकी 11-12 साल की उनकी वो जब वो 11-12 साल के हो गए तो उनके वालिद का इंतकाल हो गया. അദ്ദേഹത്തിന്റെ പിതാവ് ഇയാളുടെ 11ാം വയസ്സിലാണ് മരിക്കുന്നത്. അതായത് बचपन में ही उनके वालिद का इंतकाल हो गया था. बाद में उनकी परवरिश उनके मुँह बोले चचा അമാനുല്ലാ करते थे. അപ്പൊ അദ്ദേഹത്തിന്റെ മുഹ് പോലെ ചച്ച, അപ്പോ അദ്ദേഹത്തിന്റെ ചച്ചയായിരുന്ന അമാനുള്ള അവരായിരുന്നു മീർ തഖി മീർ की परवरिश करते थे. उनकी वफात के बाद आयत बहुत जल्द उनकी भी वफात हो गई. പെട്ടെന്ന് തന്നെ കൂടുതൽ കാലം കഴിഞ്ഞില്ല, അതിന് മുന്നേ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ നോക്കിയിരുന്ന ആളായിരുന്നല്ലോ. ഉൻകി വഫാത്ത് കെ ബാദ് മീർ की मुश्किलात बढ़ गई. അദ്ദേഹത്തെ കാര്യമായി സ്നേഹിക്കുന്ന ആളുകളായിരുന്നു ഒന്ന് സ്വന്തം പിതാവും ഒന്ന് ചച്ചയും. അപ്പോ അവർക്ക് ശേഷം പിന്നെ മീർ की मुश्किलात बढ़ती गई. മീറിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നൗകരിക്ക് തലാഷ് മേ ദഹ്ലി ആകെ, അങ്ങനെ നൗക്കരി മീൻസ് കാം കാജ് की तलाश में, ജോലി അന്വേഷണാർത്ഥം ഡൽഹിയിലേക്ക് വന്നു. വഹാം സംസമാമ ദൗളാനെ ഉന്നെ 1 रुपया റോസാന മുഖറർ കർ ദിയ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സംസമാമ ദൗള നവാബായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് മീറിനെ 1 രൂപക്ക് പ്രതിദിനം 1 രൂപ എന്ന രൂപത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തെ ജോലിക്ക് വെച്ചു. ലേക്കിൻ ബദ് ഖിസ്മതി ദേഖിയേ, സംസമാമ ദൗള നാദിർ ഷാഹി ഖത്ർ വഗാറത്ത് में मारे गए. അപ്പൊ നാദിർ ഷാ അദ്ദേഹം എന്ത് ചെയ്തു, സംസമാം ദൗള നാദിർ ഷായുടെ ഒരു കൂട്ടക്കൊല, ഡൽഹിയിലുള്ള ആളുകൾ ഡൽഹി ആക്രമിച്ചു, അങ്ങനെ ആളുകളെ കൂട്ടക്കൊല നടത്തി. അപ്പൊ ആ ഒരു കൂട്ടക്കൊലയിൽ എന്ത് ചെയ്തു, അദ്ദേഹവും ഈ സംസമാം ദൗളയും കൊല്ലപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം മരിച്ചു പോയല്ലോ, ഇയാളെ ജോലിക്ക് വെച്ച ആള്. വസീഫ ബാക്കി നരഹ, അപ്പൊ ഇദ്ദേഹത്തിന്റെ പെൻഷന്റെ ശമ്പളം എന്ത് ചെയ്തില്ല, നിലനിന്നില്ല, ആ ജോലി പോയി എന്നർത്ഥം. ജരിയെ മാഷ് ബന്ദ് ഹോ ഗയ, ജോലി നഷ്ടപ്പെട്ടു, വരുമാന മാർഗം ഇല്ലാതെയായി. അമീർ ഓ ആഗ്ര വാപ്പസ് ജാനപ്പെട, അപ്പൊ ഗത്യന്തരമില്ലാതെ മീർ വാപ്പസ് ആഗ്ര ചലേ ഗയേ. ലേക്കിൻ വഹാ ബി ഹാലാത് കുച്ച് അച്ഛേ ന ഥേ. അവിടേക്ക് ആഗ്രഹിക്ക് തിരിച്ചു പോയിട്ട് കാര്യമില്ല, അവിടെയും അവസ്ഥ വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെയും ഒരു ഗത്യന്തരം ഇല്ലാതെ അയാൾ തിരിച്ചെന്ത് ചെയ്തു, പിർ ദഹ്ലി ആയ, ദഹ്ലി വാപ്പസ് ലൗട്ടെ. ഉനക്ക് സൗത്തിലെ ഭായി മാമു ഖാൻ അർസു കെ ഹാ പനാഹ്ലി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സൗത്തിലെ ഭായി ആയിരുന്ന മാമു ഖാൻ അർസു, ഉൻകെ പാസ് വോ പനാഹ് ലേനെ ലഗെ, അദ്ദേഹത്തിന്റെ അടുത്ത് താമസിക്കാൻ തുടങ്ങി. പനാഹ് ലേന അഭയം തേടുക എന്നർത്ഥം. मीर ने उनसे बहुत कुछ सीखा. अपो वो भी एक अच्छे शायर थे, उनसे मीर बहुत कुछ सीख लिए. सादत अमरोही के मशवरे पर शेर पहले ही कहने लगे थे. और मറ്റൊരു കവിയായിരുന്നു സാദത്ത് അംറോഹി. उनके मशवरे पर, उनके सजेशन पर, उनके कहने पर ये पहले ही मीर पहले ही से शेर, बचपन से ही वो शेर कहने लगे थे. മീർ की जिंदगी तल्ख तजुर्बात से भरी थी. മീറിന്റെ ജീവിതം നമ്മൾ വിശാലമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും
തൽഖ് തജർബാത്ത്, കൈപ്പേറിയ അനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു മീറിന്റെ സിന്ദഗി. उस जमाने में नादिर शाह और अहमद शाह के खून रेजियों ने दिल्ली को बर्बाद कर दिया था. ഇപ്പൊ ഡൽഹി ആക്രമിച്ച് തരിപ്പണമാക്കിയിട്ടുള്ള രണ്ട് ആക്രമണകാരികൾപ്പെട്ട ആളുകളായിരുന്നു, ഒന്ന് നാദിർ ഷായും അഹമ്മദ് ഷായും. അപ്പൊ ഇവരുടെ ഖൂൻ റേസിയോനെ, അവരുടെ രക്തച്ചൊരിച്ചിലുകൾ ദഹ്ലിക്ക് ബർബാദ് കർ ദിയാ था, ഡൽഹിക്ക് ബർബാദ് കർണ, ആകെ നശിപ്പിച്ചിരുന്നു. ഐസേമേ, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇയാൾ ഗത്യന്തരമില്ലാതെ ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്തു, മീർ ലഖ്നൌവിലേക്ക് പോയി. വഹാ നവാബ് ആസിഫ് ഉദ്ദൗളക്ക് ദർബാറിന് മുലാസിം ഹോ ഗയെ. അയാൾ അവിടെയുള്ള ആസിഫ് ഉദ്ദൗളയുടെ, നവാബായിരുന്ന ആസിഫ് ഉദ്ദൗളയുടെ ദർബാറിലെ ഒരു ജോലിക്കാരനായി മാറി. ഉൻകി വഫാത്ത് 1810 ഈസ്വി में हुई. ഇയാളുടെ വഫാത്ത് അന്നായിരുന്നു 1810. മീർ ने ഉറുദു के 6 दीवान मुरतब किए. അന്നത്തെ കാലത്ത് മീർ ഉറുദുവില് 6 ദീവാനുകൾ തന്നെ കമ്പൈൽ ചെയ്ത് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്, തർത്തീബ് ദിയേ ഹെ. ജിൻമേ ഗസലോं के अलावा ഖസായിദ്, മസ്നവിയ, റുബായിയ വഗൈറ ഷാമിൽ ഹെ. അപ്പൊ അതിലെ ഖസലുകൾക്ക് പുറമെ ഖസീദകളുണ്ട്, മസ്നവികളുണ്ട്, റുബായികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നസർ മേ ഉൻകി 3 കിതാബേ ഫിഖാത്തുൽ ശൂറ, സിക്ർ മീർ और ഫൈസ് മീർ അഹ്മിയത് കെ ഹാമിൽ ഹെ. നസറിൽ അദ്ദേഹത്തിന് 3 പുസ്തകങ്ങളുണ്ട്. അതിന്റെ പേരാണ് ഒന്ന് നിക്കാത്ത് ഷൂറ, ഒന്ന് സിക്ർ മീർ, ഒന്ന് ഫൈസ് മീർ എന്നുള്ളത്. മീർ കാ ഖാലിസ് മൈദാൻ ഗസൽ ഹെ. ഓരോരുത്തർക്കും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ന മാതിരി മീറിന്റെ സ്പെഷ്യലൈസേഷൻ ഏതായിരുന്നു? ഗസലായിരുന്നു. ഉൻകി ഗസലോं में हमगीर इंसानी दुख दर्द की दास्तान बन गई है. അപ്പൊ ഉൻകി ഗസലോं में, അദ്ദേഹത്തിന്റെ ഗസലുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നവരോട് മനസ്സിലാക്കുന്നത്, उसमें हमगीर इंसानी दुख दर्द की दास्तान बयान की गई है. चल हर जगह उन्होंने इंसान की दुख दर्द भरी जिंदगी को, उस दुख दर्द भरी कहानी को पेश किया गया है. അപ്പൊ ജീവിതത്തിലെ പ്രയാസങ്ങൾ, സർവ്വ തരത്തിലുള്ള പ്രയാസങ്ങളെയും ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. नाक़दीन व शोराए मुतअख़िरीन ने खुदाए सुख़न के खिताब से उन्हें नवाजा. ഇപ്പൊ നാഖിദീൻ എന്ന് പറഞ്ഞ തൻഖീദ് നിഗാറോനെ, തൻഖീദ് നിഗാർ എന്ന് പറഞ്ഞ നിരൂപകന്മാരെ, അവരെ ഓർ ഷൂറായ മുതഅഖിരീൻ, പിൽക്കാല കവികളും, അതായത് ഉസ്കെ ബാദ് ആനെ വാലെ ഷൂറാനെ ഖുദായെ സുഖൻ കെ ഖിതാബ് സെ ഉനെ നവാസ. ഖുദായെ സുഖൻ എന്ന് വെച്ചാൽ ഗോഡ് ഓഫ് പോയട്രി എന്ന പേരിലാണ് മീറിനെ വിളിച്ചിട്ടുള്ളത്. ആ ഒരു പദവി നൽകിയിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് വെച്ചാൽ ആ ഒരു സ്ഥാന പേരാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഖുദായെ സുഖൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഓർമ്മ വരുന്ന പേരാരാണ്? മീർ തഖി മീർ ആയിരിക്കണം. आपके मुताल्लिक़ उर्दू के अजीम शान शायर मिर्जा ഗാലിബ് ने लिखा है. അമീറിനെ കുറിച്ചുകൊണ്ട് ഉറുദുവിലെ അറിയപ്പെട്ട പ്രശസ്തനായിട്ടുള്ള മറ്റൊരു കവിയാണ് ആര്? മിർസ ഗാലിബ് എന്നുള്ളത് പിൽക്കാല കവിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച്, മീറിനെ കുറിച്ചുകൊണ്ട് ഗാലിബ് എഴുതിയിട്ടുള്ള ഒരു വരിയാണ്. ഇവിടെ ഒരു കാര്യം നോക്കണം. പൊതുവെ നല്ല ഒരു കവിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മുമ്പിൽ മറ്റൊരു കവി, മറ്റൊരാളെ കവിയായിട്ട് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, മറ്റൊരാളെ കവിയായിട്ട് അംഗീകരിക്കുള്ളൂ. കാരണം അവരുടെ നിലയിലോ അതിൽ കൂടുതലോ ഉണ്ടാവണം. അല്ലെങ്കിൽ അത്രയും നല്ല ഒരു ഓഥന്റിക് ആയിട്ട് ഇയാൾക്ക് തോന്നണം. അപ്പൊ മാത്രമേ കവിയായിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ മിർസ ഗാലിബ് തന്നെ നല്ല കവിയാണ്. അപ്പൊ അദ്ദേഹം മറ്റൊരാളെ കവിയായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റീസ് മീറിൽ അദ്ദേഹം കണ്ടെത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്താ എഴുതി നോക്കാം. देखते कि तुम ही उस्ताद नहीं हो गालिब, कहते हैं कि अगले जमाने में कोई मीर भी था. എന്താ പറഞ്ഞ രേഖ്ത എന്നുള്ള ഉറുദുവിന്റെ കുറെ പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണിത് രേഖ്ത. ഉറുദു, ഹിന്ദി, ഹിന്ദുസ്ഥാനി, ഹിന്ദവി, രേഖ്ത, ദക്കനി, ഇങ്ങനെ തുടങ്ങിയുള്ള പല പേരുകളുണ്ട്. അപ്പോ ഇതിൽപ്പെട്ട ഒരു പേരാണ് ഉറുദു മാത്രം. രേഖ്ത മറ്റൊരു പേരാണ്, ഹിന്ദവി മറ്റൊരു പേരാണ്, ഹിന്ദുസ്ഥാനി മറ്റൊരു പേരാണ്, അതുപോലെ ദക്കനി മറ്റൊരു പേരാണ്. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രദേശത്തുള്ള ആളുകളും ഓരോ പേരുകൾ വിളിച്ചെന്ന് മാത്രം. ഇപ്പൊ സൗത്ത് ഇന്ത്യയില് അഥവാ തെക്കനിലെ ഹൈദരാബാദ്, അതുപോലെ ബാംഗ്ലൂര്, തമിഴ്നാട്, കർണാടക തുടങ്ങിയുള്ള ഈ ഏരിയയിലൊക്കെ ദക്കനി എന്നാണ് അവിടുത്തെ ഉറുദുവിന് പറയാ, പറഞ്ഞത് മാത്രം. അപ്പോ മീർ പറയുന്നത് രേഖ്തേക്ക് തുംഹി ഉസ്താദ് നഹി ഹോ ഗാലിബ്, നീ മാത്രം ഒന്നുമല്ല ഓ ഗാലിബ്, നീ മാത്രം ഒന്നുമല്ല ഉറുദുവിലെ അല്ലെങ്കിൽ രേഖ്തയിലെ ഉസ്താദ്, അധികായൻ. कहते हैं कि अगले जमाने में कोई मीर भी था,
ആ പറയാറുണ്ട് എന്ത് അഖിലേ സമാനെന്ന്. കഴിഞ്ഞ കാലത്ത് ആരുണ്ടായിരുന്നു? ഒരു മീർ ബിതാവ്, ഒരു മീറും ഉണ്ടായിരുന്നു എന്ന്. അതായത് നീ മാത്രമൊന്നുമല്ല, ഉറുദുവിലെ ഒരു അധികായൻ നേരത്തെ ആരുടെ നേരത്തെ ഒരു മീറും ഉണ്ടായിരുന്നു അത്ര എന്ന് വെച്ചാൽ ആ മീറിനെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു, മീറിന് അംഗീകാരം കൊടുത്തിരുന്നു എന്നുള്ളതിന് തെളിവാണത്. അടുത്ത് നോക്കാം. മൗലവി അബ്ദുൽ ഹക് ഫർമാത്തെ ഹെ मीर तकी मीर सरताज शोराय उर्दू है और उनका कलाम उसी ज़ौक़ व शौक़ से पढ़ा जाएगा जैसे सादी का कलाम है फारसी में, सादी का कलाम फारसी में। अगर दुनिया के ऐसे शायरों की एक फहरिस्त तैयार की जाए जिनका नाम हमेशा जिंदा रहेगा, तो मीर का नाम उस फहरिस्त में जरूर दाखिल होगा। എന്താ പറഞ്ഞു നോക്കാം. മൗലവി അബ്ദുൽ ഹക് പറഞ്ഞാണ് മിയതക്കി മിർ സർതാജ് ഷുറായ് ഉർദുഹ്. സർ എന്ന് പറഞ്ഞ തല, താജ് എന്ന കിരീടം എന്ന് വെച്ചാൽ ഒരു കിരീടാവകാശിയാണ്, അല്ലെങ്കിൽ അത്രയും ഔന്നിത്യത്തിലുള്ള പോയറ്റാണ് എന്നർത്ഥം. ഷുറായ് ഉർദുഹ്, ഉർദു ഷായരിക്ക് അഹം അഗ്നി അല്ലേ. ഉൻകാ കലാം ഉസി സൗഖ് ഷൗഖ് സെ പഠാ ജായേഗാ. അദ്ദേഹത്തിന്റെ കലാമുകളെ ആ ഒരു താല്പര്യത്തോടു കൂടി എന്നും ആരും വായിക്കും. എങ്ങനെ? ജയ്സെ സാദി കാ കലാം ഫാർസിയിലെ, ഫാർസിയില് സാദി ഷിറാസിയുടെ കലാമിനെ എങ്ങനെയാണോ ആളുകൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്, അതേ താല്പര്യത്തോടു കൂടി മീറിന്റെ ഗസലുകളും മീറിന്റെ കവിതകളും വായിക്കും. അഗർ ദുനിയാക്ക് ഐസെ ഷായറോ കി ഫെഹരിസ് തയ്യാർ കി ജായേ, ലോകത്ത് അഥവാ ഇങ്ങനെയുള്ള പോയറ്റ്സിന്റെ ഒരു ഫെഹരിസ്, ഒരു ലിസ്റ്റ് അഗർ തയ്യാർ കർ ലെങ്കെ ജിൻകാ നാം ഹമേഷ സിന്ദാ രഹേഗ, എന്നെന്നും നിലനിൽക്കുന്ന ക്ലാസിക്കൽ ആയിട്ടുള്ള പോയറ്റ്സ്മാരുടെ പേര് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്മേ മീർ കാ നാം ഉസ് ഫെഹരിസ്ത് മേ സരൂർ ദാഖിൽ ഹോഗ, മീർ തക്കി മീറിന്റെ പേര് എന്തായാലും ആ ലിസ്റ്റിൽ ഉൾക്കൊണ്ടിരിക്കും. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു മഹാത്മ്യമാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ അത്രയും നല്ല ഒരു പോയറ്റാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത ക്ലാസിക്കൽ പോയറ്റ് ആയിരുന്നു അദ്ദേഹം. ബഖാർ റഷീദ് അഹമ്മദ് സിദ്ദീഖി. ഇനി മറ്റൊരു നിരൂപകനാണ്, നഖാദാണ്. ആര്? റഷീദ് അഹമ്മദ് സിദ്ദീഖി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നോക്കാം. ഗസൽ ഉറുദു ഷായരിക്ക് ആബ്രൂ ഹെ. ഗസൽ എന്നുള്ള എന്താണ്? ഉറുദു ഷായരിയുടെ ഒരു അഭിമാനമാണ്. ഓർ മീർ ഗസൽ കെ ബാദ്ഷാ ഹെ, മീർ ഗസലിലെ ബാദുഷയാണ് എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? റഷീദ് അഹമ്മദ് സിദ്ദീഖി പറഞ്ഞിട്ടുള്ളത്. ഏക് ഓർ ജഗ ലിഖ്, മറ്റൊരു സ്ഥലത്ത് എഴുതാണെന്ത്? मीर की बात दिल से निकलती है और सामी के दिल में जगह कर लेती है. മീറിന്റെ മീർ കി ബാത് ദിൽ സെ നിക്കൽത്തി ഹെ, മീർ മനസ്സിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സാമി എന്ന ശ്രോതാവ്, ശ്രോതാക്കളുടെ മനസ്സിലേക്ക് അത് അതുപോലെ എന്ത് ചെയ്യുന്നു? ജഗാകർണത്തിന് ശ്രോതാക്കളുടെ മനസ്സിൽ അത് ഇടം പിടിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം മനസ്സിൽ നിന്നും പറയുന്നത് മനസ്സിലേക്ക് തട്ടുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് അവരുടെ കൂടി അനുഭവങ്ങളായിട്ട് അതിനെന്ത് ചെയ്യുന്നു? ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അർത്ഥമാക്കാനുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഗസൽ നോക്കാം. ഇബ്തിദായ ഇഷ്ക് ഹെ രോതാ ഹെ ക്യാ, ആകെ ആകെ ദേഖിയേ ഹോതാ ഹെ ക്യാ. അപ്പൊ നമുക്കിത് സിമ്പിൾ ആണ്. ഫസ്റ്റ് ലൈൻ ഇബ്തിദായ ഇഷ്ക് ഹെ, ഇഷ്ക് കി ഇബ്തിദാ ഹെ, ശുരുവാത് ഹെ, തുടക്കാണ്. രോതാ ഹെ ക്യാ, അഭി അഭി ക്യോ രോത്തെ ഹോ, ക്യോ രോതാ ഹെ എന്ന് ചോദിക്കാൻ അദ്ദേഹം. ഒരു പ്രണയത്തിന്റെ തുടക്കം മാത്രമാണ് ഇത്, ഇപ്പോഴേ കരയാൻ തുടങ്ങുകയോ? ആകെ ആകെ ദേഖിയേ ഹോത്താ ഹെ ക്യാ, ആകെ ആകെ ഇനി മുമ്പോട്ട് നോക്കണം. എന്ത്? ദേഖിയ, മുമ്പോട്ട് നോക്കൂ. ഹോത്താ ഹെ ക്യാ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. ഈ ഒരു ഷീറിന്റെ തശ്രീഹ് എഴുതാൻ എങ്ങനെ എഴുതും? ഈ ഷീർ मीर तकी मीर की एक अहम गजल है. मीर तकी मीर खुदाए सुखन के नाम से उर्दू शायरी में जाने जाते हैं, या मशहूर है. അപ്പൊ ഇസ് ഷെയർ മേ നമുക്ക് എന്ത് പറയാം? അപ്പൊ ഇത് വായിച്ച് നമുക്ക് മനസ്സിലായത് ഇസ് ഷെയർ മേ ഷായർ ഇഷ്ക് കി കൈഫിയത്ത് കോ ബയാൻ കിയാ ഗയാ ഹെ. ഇഷ്ക് ഏക് ഐസി ചീസ് ഹെ, പ്രണയത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും എന്താണത്? ജിസ്മേ ഗിർ ജാനെ സെ, ജിസ്മേ ജോ मुब्तला हो जाने से इंसान को बहुत सारी मुश्किलात का सामना करना पड़ता है. മനുഷ്യന് ഈ പ്രണയത്തിൽ അകപ്പെടുന്നതോടുകൂടി ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും നേരിടേണ്ടി വരും. ഷായർ ഇസ് ഷെയർ മേ कहते हैं कि अब तो तुम इश्क की इब्तिदाई मरहले में हो.
നീ ഇപ്പോ എന്താണ് പ്രണയത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രമാണുള്ളത്. അഭി അഭി രോനെ ലഗ്തെ ഹോ, ഇപ്പൊ തന്നെ നീ കരയാൻ തുടങ്ങുകയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിർ ആകെ ആകെ ബഹുത് സാരി ഓർ ഭി ദുശ്വാരിയോ കാ സാമന കർനാ പടേഗ, നിനക്ക് ഇനിയും ഏറെ പ്രയാസങ്ങൾ, ദൂരങ്ങൾ, മർഹലകൾ, ഘട്ടങ്ങൾ താണ്ടിടേണ്ടതുണ്ട്. तब तब तुम क्या करोगे? അപ്പൊ നീ എന്താണ് ചെയ്യുക? यानी इसको पढ़ने से हमें ऐसा लगता है कि शायर उन तमाम मराहिल से गुजरे हैं. കവി ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് എന്ന് നമുക്ക് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ യഹാ ഷായർ ഉൻ ആഷിഖോ സെ മുഖാത്തബ് ഹോക്കർ കഹത്തെ ഹൈ, ഇങ്ങനെയുള്ള കാമുകന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ജോ ഇഷ്ക് കെ ഇബ്തിദായി മറാഹിൽ മേ ഹി തകെ ഹാരേ ഹൈ. ഇപ്പൊ തന്നെ പ്രണയത്തിന്റെ ഘട്ടം, ഒന്നാം ഘട്ടത്തിൽ തന്നെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്? ആകെ ക്ഷീണിച്ച് അവശരായിരിക്കുകയാണ്. ഓർ മായൂസ് ബൈട്ടെ ഹെ, നിരാശരായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോടാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അപ്പൊ പറഞ്ഞു കൊടുക്കണം എന്ത്? ഇഷ്ക് കി രാഹ് മേ ചൽ പഠന ബഹുത് ഹി മുഷ്കിൽ കാം ഹെ. ഇഷ്കിന്റെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് എന്താണ്? അത് ബഹുത് ഹി മുഷ്കിൽ കാം ഹെ, പ്രയാസമുള്ളതാണ്. ഈ കാം സിർഫ് വഹി ലോഗ് കർ സക്തെ ഹെ ജോ ബാ ഹിമ്മത് ഹോ, അത്രയും നല്ല ധൈര്യമുള്ള ആളുകൾക്ക് കടന്നു പോകാൻ കഴിയുള്ളതിന്. ഇനി നമുക്ക് ഇതിനെ ഗസലാണല്ലോ, അപ്പൊ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് ഇതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഒരാൾ ഒരു നല്ല ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തയ്യാറെടുക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്തിട്ടും നല്ല ഒരു റാങ്കിലേക്ക് എത്താൻ, ഇപ്പോ നല്ല ഒരു ഉയർന്ന ലെവലിലേക്ക് സിവിൽ സർവീസോ മറ്റെന്ത് വേണമെങ്കിൽ നമുക്ക് എടുത്താം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്താവുന്ന ഒരു പരീക്ഷ ഒരു എയിം ആക്കി ഇദ്ദേഹം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതിന് പകരം ഒന്ന് തുടങ്ങി കഴിയുമ്പോഴേക്ക് പറയണത് ഓ പ്രയാസമാണ്, നടക്കൂരട്ടോ എന്ന് പറയുന്ന ഒരു പൊതു സ്വഭാവമുണ്ട് ആളുകളുടെ. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇതും നടക്കൂലെന്ന് എനിക്ക് പറഞ്ഞതിന്റെ അതൊക്കെ പ്രയാസമാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതൊരു ഇഷ്ക്, ആ ഒരു സ്നേഹം, ആ പോസ്റ്റിന്റെ പ്രണയമായിട്ട് കരുതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അഭി അഭി രോതാഹയ്ക്ക ആകെ ആകെ ദേക്കിയ ഹോതാഹയ്ക്ക, ഇനി എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, പ്രയാസങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതുണ്ട്, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ, നേടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ത്യാഗവും ശ്രമവും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മെഹനത്തിനെ കാമയാബിക്ക് റാസ് ചുപ്പി ഹുയി എന്ന് പറയാറില്ലേ? അധ്വാനത്തിലാണ്, പരിശ്രമത്തിലാണ് നമ്മളുടെ എന്തുള്ളത്? നമ്മുടെ വിജയത്തിന്റെ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നു എന്ന് പറയാറില്ലേ? അപ്പൊ ആ ദിശയിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗസലിനെ കൊണ്ടുപോകാവുന്നതാണ്. ഇനി അടുത്ത പറയുന്നത് ഗസലാകുമ്പോൾ പ്രത്യേകത തന്നെ എന്താണ്? അതിൽ റദീഫ്, കാഫിയ ഇതൊക്കെ ഉണ്ടായിരിക്കും. റദീഫ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് വേർഡ്സ് ആണ്. കാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ റദീഫ് എന്ന് പറയുന്നത് ഏതാണ്? രോതാഹയ്ക്ക ഹേക്യ എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുക? റദീഫ് ആയിട്ട് വരിക. അപ്പോ കാഫി എന്താണ്? രോത്ത, ഹോത്ത എന്ന് തുടങ്ങുന്നതാണ് ഇവിടെ കാഫി ആയിട്ട് വരുന്നത്. ഫസ്റ്റത്തെ ഷിയറില് രണ്ട് മിസ്രയിലും റദീഫ് റിപ്പീറ്റ് ചെയ്യും. അപ്പോഴേ അതെന്ത് പറയുള്ളൂ? മത്തുല എന്ന് പറയാം. അപ്പൊ അടുത്ത് നോക്കാം നമുക്ക്. പിന്നെ വരുന്നതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? ആ ഫസ്റ്റത്തെ ലൈനിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? മിസ്രയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? റദീഫ് ഫോളോ ചെയ്യുള്ളൂ. നോക്കാം. ഖാഫിലെ में सुबह के एक शोर है, यानी ഗാഫിൽ ഹം ചലേ സോതാ ഹെ ക്യാ. ഇവിടെ നോക്കാം. ഖാഫിലെ में सुबह के एक शोर है. ആ നമ്മുടെ സുബാക്ക് ഖാഫിലെ में एक शोर है. സിമ്പിൾ ആയിട്ട് നമ്മൾ അർത്ഥം പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ പ്രഭാതത്തിലുള്ള ഈ ഒരു ആൾക്കൂട്ടത്തിൽ തന്നെ ഇപ്പൊ തന്നെ എന്തൊരു ബഹളം. यानी ഗാഫിൽ ഹം ചലേ സോതാ ഹെ ക്യാ, क्या हम ഗാഫിൽ ഹോക്കർ സോ ജായേഗേ. എന്താ നമുക്ക് ഇവിടെ നമ്മളൊരു മടിയന്മാരായിട്ട് നമ്മൾ ഇവിടെ കിടന്നുറങ്ങുകയോ എന്നുള്ളത്. ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, എന്നാലും നമുക്ക് നോക്കാം. ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു കാഫില. കാഫില എന്നുള്ള വാക്ക് നമ്മൾ എന്താണ്? കൂട്ടങ്ങൾ. അപ്പൊ കച്ചവട സംഘങ്ങളാകാം, ആൾക്കൂട്ടങ്ങളാകാം, എന്തും ആവാം. അപ്പൊ ഗാഫിൽ എന്നുള്ള ഗഫ്ലത്ത്. ഗഫ്ലത്ത് നമ്മൾ എന്താണ്? മടി, അലസത, കാഹലി എന്നൊക്കെ പറയാലോ. കാഫിലെ മേ സുബഹ കെ ഏക് ഷോർ ഹെ. അപ്പൊ കാഫിലയിൽ ആൾക്കൂട്ടത്തിൽ എന്തുണ്ട്? ഈ ഒരു കൂട്ടത്തിൽ എന്താണ്? ഒരു ബഹളമുണ്ട്. എന്ത്? ആ പോണോ വേണ്ടേ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു
തീരുമാനം അവസ്ഥ. അവർ തമ്മിൽ തർക്കമാവുകയാണ് അല്ലെങ്കിൽ ബഹളമാവുന്നത്. ഞാനീ ഗാഫിൽ ഹം ചലേ സോതാഹിക്കാം. നമ്മൾ ഇങ്ങനെ ഈ ഒരു അലസത കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമോ? നമ്മളിങ്ങനെ ഉറങ്ങി നിൽക്കാൻ പറ്റുമോ? ഗാഫിൽ ഹം ചലേ സോതാഹിക്ക. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊരു തശ്രീഹ് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഈ ഗസൽ खुदाए सुखन मृतक की गजल है और उसमें वो कहते हैं എന്താണ് ഈ ഷേർ में शायर कहते हैं कि हमारी जिंदगी एक सफर है. നമ്മുടെ ജീവിതം നമ്മൾ എന്താണ്? അതൊരു യാത്രയാണ്. അപ്പൊ യാത്രയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആരായിരിക്കും? ജീവിതം എന്നുള്ളൊരു യാത്രയാണ്. നമ്മളോ അതിലെ മുസാഫിർ ആയിരിക്കും. ഹമേക്ക് മുസാഫിർ അല്ലെ. യഹാ पर हमें गफलत बरतने या काहली दिखाने या रुकने या आराम करने का वक्त नहीं है. നമുക്കിവിടെ ശങ്കിച്ചുകൊണ്ടോ മടിച്ചുകൊണ്ടോ സംശയിച്ചുകൊണ്ടോ നിൽക്കാനുള്ള ഒരു സമയം, റെസ്റ്റ് എടുക്കാനുള്ള സമയം കൂടെ അല്ല. നമുക്ക് എന്താണ് ഉള്ളത്? ഗഫ്ലത്ത് ബരത്തിനെ, ഗാഫിലായിരിക്കാനോ കാഹലി ദിഖാനെ മടിയന്മാരായിരിക്കാനോ രുക്കിനെ നിൽക്കാനോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു നിൽക്കാനോ ഈ ആരാം കർണിക്ക വക്ത് നഹീഹെ, ഇത് റെസ്റ്റ് എടുക്കാനുള്ള സമയമല്ല. അപ്പൊ ഇനി മൻ മാനി കർക്കിനെ ആയുഷ് ഈശ്വർക്ക് ജിന്ദഗി ഗുസാറിനേക്കാണെങ്കിൽ നമ്മുടെ ജീവിതം പറഞ്ഞാൽ എന്തിനുള്ളതല്ല? മൻ മാനി കർണേക്ക, നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നിയതൊക്കെ ചെയ്തു കൂട്ടാനുള്ളതുമല്ല. ഓർ ആയുഷ് ഈശ്വരത്ത് ആഡംബര ജീവിതം നയിക്കാനാണോ ഉള്ളതല്ല. മനസ്സിൽ പഹുഞ്ചിനെ കേരിയേ ഇഷ്ടംപോലെ റെസ്റ്റ് എടുക്കാൻ ആശ്വസിച്ചോട് പോകാനുള്ളതല്ല നമ്മളുടെ ജീവിതം. मंजिल तक पहुंचने के लिए और कामयाबी हासिल करने के लिए मुसलसिल जद्दोजहद की जरूरत है. നമുക്ക് ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മുസൽസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്രമം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ മാത്രമേ നമ്മൾ നീളു കാമിയാബാകുള്ളൂ, വിജയിക്കുള്ളൂ. മുസൽസിൽ ജദ്ദോജഹദ് കോशिश की जरूरत है. जैसे ही हम रुकेंगे अपने मंजिल से दूर होते चले जाएंगे. നമ്മൾ ഗാഫിലാവുന്നതോടുകൂടി, നമ്മളെ മടിയന്മാരാവുന്നതോടുകൂടി കാഹൽ ബൻതെ ഈ ഹം ക്യാ ഹൈ ഹമാരെ സാഥിയോं से बहुत दूर हो जाएंगे. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും നമ്മുടെ കൂടെയുള്ള ആളുകളിൽ നിന്നും നമ്മൾ വളരെ അകന്നു പോകും, ദൂരെയായി പോകും. മനസ്സിൽ സെ ദൂർ ഹോते जाएंगे, ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോകും. വോ ഗാഫിൽ വോ അപ്പൊ ഇവിടെ കവി എന്താ ചെയ്യുന്നത്? ഗാഫിൽ ഓർ ബേപർവാ ലോഗോ കോ അപ്നി जिम्मेदारी का एहसास दिला रहे हैं. അദ്ദേഹം എന്ത് ചെയ്യണം? കവി ഇങ്ങനെ ഗാഫിലായിട്ടുള്ള ഗഫ്ലത്തുള്ള ആളുകൾക്കും അതുപോലെ എന്ത് ചെയ്യാണ് മടിയന്മാരായിട്ടുള്ള ആളുകൾക്കും ബേപർവ ഒന്ന് കെയർ ചെയ്യാത്ത ആളുകൾക്കും അപ്പൊ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത ആളുകൾക്കും കവി അവരോട് ഉപദേശിക്കുകയാണ്. അവരോട് എന്ത് ചെയ്യാണ്? അപ്പൊ ജിമ്മെദാരിക്ക് എഹ്സാസിലാരഹേ, അവരുടെ ഉത്തരവാദിത്വ ബോധം അതിനെ കുറിച്ചുകൊണ്ട് അദ്ദേഹം ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഗാഫിൽ ഹം ചലേ സോതാഹയ്ക്ക, ഇവിടെ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് നോക്കാൻ പാടുന്നത്. സബ്സ് ഹോത്തി ഹി നഹി യേ സർസമീൻ തുഹ്മ ഖാഹിഷ് ദിൽ തോ ബോതാ ഹൈ ക്യാ. നോക്കാം. അപ്പൊ ഇതില് സബ്സ് ഹോത്തി ഹി നഹി യേ സർസമീൻ ഹർ കോയി യേ കഹത്തെ ഹൈ, നമുക്ക് ചെറുതായിട്ട് മാറി വെക്കാം. ഹർ കോയി യേ കഹത്തെ ഹൈ എന്ത്? ഈ സർസമീൻ കബി സർസബ്സ് ഹോത്തി ഹി നഹി. അപ്പൊ സബ്സ് ഹോത്തി ഹി നഹി യേ സർസമീൻ, സർസമീൻ ഈ മിട്ടി. അപ്പൊ ഈ ഒരു മണ്ണ്, ഈ ഒരു സ്ഥലം, ഈ ഒരു ഇടം നമുക്ക് ഒരിക്കലും നമുക്ക് എന്താണ് സബ്സ്, സബ്സ് എന്ന് പറഞ്ഞാൽ പച്ച പിടിക്കുന്ന, ഈ സ്ഥലം ഒരിക്കലും പച്ച പിടിക്കൂല. അപ്പൊ ആളുകൾ പറയണത് ഞാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, അതൊന്നും നടക്കൂല, അതൊക്കെ അസ്തമിച്ചു പോയി, അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി, അതൊന്നും മെച്ചപ്പെടൂല എന്നറിയില്ല. പച്ച പിടിക്കൂല നമ്മൾ പൊതുവെ പറയുന്ന ഒന്നാണല്ലോ. എന്നുവെച്ചാൽ വിജയിക്കൂല എന്ന് മാത്രത്തില്. സബ്സ് ഹോത്തി ഹി നഹി യേ സർസമീൻ തുഹ്മ ഖാഹിഷ് ദിൽ മെ തുഹ്മെ ഖാഹിഷ് ദിൽ തോ ബോതാ ഹൈ ക്യാ. അപ്പൊ ദിൽ മേ ഫിർ ദിൽ മേ ഖാമഖാ ഖാഹിഷത്ത് ക്യൂ പൈദാ കർത്തെ ഹോ, പിന്നെ എന്തിനാണ് മനസ്സിലേക്ക് ഇങ്ങനെ ഈ ആഗ്രഹങ്ങൾ ഇട്ടേച്ച് വെക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇതൊരിക്കലും മെച്ചം പിടിക്കൂല, പിന്നെ എന്തിനാണ് ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇട്ടേച്ച് വെക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ നോക്കാം. इस शेर में शायर कहते हैं कि जो लोग हमेशा ये शिकायत करते हैं कि ये हमारी जमीन कभी भी सरसब्ज नहीं होती, ഇതൊരിക്കലും നന്നാകൂല, മെച്ചപ്പെടൂല എന്ന് പരാതി പറയുന്ന ആളുകൾ അവരെന്താണ്? ഹമാരെ ഖ്വാഹിഷ കബി പൂരി നഹി ഹോത്തി, ഇല്ല നമ്മളെ താല്പര്യങ്ങളൊന്നും വിജയിക്കൂല, നടക്കൂല എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ അവര് നോക്കേണ്ടതാണ്, അവര് മനസ്സിലാക്കേണ്ടതാണ്
ഇങ്ങനെയുള്ള പിന്നെന്തിനാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കുന്നത് തന്നെ കുച്ച് ഹോനെ വാല നഹീ, വെറും താല്പര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചതുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ നടക്കൂല. അതിനെന്ത് വേണം? उसके लिए पुख्ता इरादा और अमल की जरूरत है. നന്നായി ശ്രമിക്കാൻ, പുഖ്ത ഇരാദ എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഡിസിഷൻ, തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും അതുപോലെ ചെയ്യണം. അതിനനുസരിച്ചുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മണ്ണ് നമുക്ക് പച്ചപ്പുള്ളതാക്കി മാറ്റാൻ പറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശ്രമങ്ങൾ അപ്പോഴേ സാധൂകരിക്കുള്ളൂ, സാഫല്യമാവുകയുള്ളൂ എന്നാണ്. സർസബ്സ് ഹോതി ഹി രഹി സർസമീൻ, ഈ മണ്ണ് ഒരിക്കലും പച്ച പിടിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എന്തായാലും കാര്യമില്ല. അവരെ തുറന്ന് ഖ്വാഹിഷ് ദിൽ മേ ബോത്താ ഹൈ ക്യാ, വെറും താല്പര്യങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് വേണം? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനും താല്പര്യങ്ങളും ഉണ്ടാവണം. अब इसमें शायर लोगों को ये एहसास दिला रहे कि ख्वामख्वाह ख्वाहिश से कोई कुछ होने वाला नहीं है, बजाय पुख्ता इरादा और मेहनत की जरूरत है. നല്ല ശ്രമം ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള ലക്ഷ്യവും സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നത് കൊണ്ടോ മറ്റൊരാളെ കുറിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് കൊണ്ടോ നടക്കൂലെന്ന് പറയുന്നത് ആദ്യം തന്നെ തോൽവി സമ്മതിക്കുന്നത് കൊണ്ടോ കാര്യം നേടാനാകൂല എന്നുള്ളത്. അടുത്ത പറയുന്നു, ഈ നിഷാൻ ഇഷ്ക് ഹേ ജാതേ നഹി, ദാവത് ഛാതി കെ അബസ് ദോത്താ ഹൈ ക്യാ. ഈ നിഷാൻ എന്ന് പറഞ്ഞ അടയാളങ്ങൾ, ഇഷ്ക് എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ, ഈ നിഷാൻ ഇഷ്ക് ഹേ, ഇത് പ്രണയത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്, പ്രണയത്തിന്റെ അടയാളങ്ങളാണ്. കബി എന്താകൂല, ജാത്തേ നഹി, ഒരിക്കലും മിട്ട് നഹി സക്തി, ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ പ്രണയത്തിന്റെ അടയാളങ്ങൾ ഒരിക്കലും അത് ഇല്ലാതാകുന്ന ഒന്നല്ല. ഇല്ലാതാകില്ല. ഈ ഇഷ്ക് की निशानियां है, ये कभी मिट नहीं सकती. दावत छाती के अबस तोता है क्या. അപ്പൊ छाती के अबस तोता है क्या, सीने पर लगे इस दाव को धोने या दूर करने की कोशिश करना बेकार है. എന്ന് വെച്ചാൽ നടക്കുമെന്നാണ്. ഈ മനസ്സിനകത്ത് ഏറ്റിട്ടുള്ള ഈ മുറിവ്, ഇത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കല, ഇത് കഴുകുന്നതിലൂടെ വൃത്തിയാകുമോ എന്നുള്ള ചോദ്യം. എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലേറ്റിട്ടുള്ള പല ആഘാതങ്ങളും അതിന് നമുക്ക് വെറും എന്താണെന്ന് വെച്ചാല് വെറുതെയുള്ള ഈ ഒരു പുറം ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം ശരിയാവുന്ന ഒന്നല്ല. ഈ നിഷാന ഇഷ്ക് ഹേ, ഇതെന്താണ്? പ്രണയത്തിലൂടെയുള്ളതാണ്. അപ്പൊ ആ പ്രണയത്തിന്റെ അടയാളപ്പെടുത്തലാണ് എന്ത്, ഇങ്ങനെയുള്ള ധാരാളം മുറിവുകളും മറ്റു പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുക എന്നുള്ളതും നമ്മളുടെ തിക്തങ്ങളൊക്കെ അനുഭവിക്കുക എന്നുള്ളത്. ഈ നിഷാന ഇഷ്കിക്ക് നിഷാനിയാണ്. അപ്പൊ ഒരു പ്രണയത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ തിക്താനുഭവങ്ങളുണ്ടോ. ഛാത്തിക്ക് അബസ്തോത്താഹിക്ക, ഇതൊന്നും നമുക്ക് എന്താണ് വെറുതെ പച്ചവെള്ളം കൊണ്ട് കഴുകി പോകാവുന്ന കേസല്ല. എന്നാല് അത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിക്കേണ്ടി വരും. അതെന്താവില്ല, വെറും ഒരു പുറംമോടി കൊണ്ട് മാത്രം കഴുകിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് शायर है यहाँ पर, हम നേരത്തെ പറഞ്ഞ പോലെ ये मिर्ज़ा की मीर की गजल है और खुदा सुखन के नाम से जाने जाते हैं, उर्दू फारसी के मशहूर शायर है എന്നൊക്കെ നിങ്ങൾ ആ ഒരു ഫോർമാലിറ്റി കാര്യങ്ങളൊക്കെ എഴുതുമല്ലോ. അതിനുശേഷം എഴുതണമെന്നാണ് യഹാ ഷായർ ആഷിഖ് കി നഫ്സിയാത്ത് ബയാൻ കർ രഹേ ഹെ. ആഷിഖിന്റെ എന്ന് വെച്ചാൽ കാമുകന്റെ ഒരു നഫ്സിയാത്ത്, സൈക്കോളജിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇഷ്ക് മേ മുബ്തല ഹോനെ പർ തരഹ തരഹ കി മുസീബത്തെ ആ ജാതി ഹെ. ഒരു പ്രണയത്തിൽ അകപ്പെടുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ധാരാളം മുസീബത്തുകൾ, അടങ്ങാറുകൾ, പ്രയാസങ്ങൾ അവന് നേരിടേണ്ടി വരും. നിക്കൽ ജാന മുഷ്കിൽ ഹി നഹി നാമുക്കിൻ ബി ഹെ. അപ്പൊ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോവുക എന്നുള്ളത്, ഇതൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോവുക എന്നുള്ളത് എന്താണ്, നാമുക്കിൻ സി ബാത്ത്, ഒരിക്കലും അസാധ്യമായ കാര്യമാണ്. ഉസ്ക അസർ ദിൽ പർ ഹോത്തെ ഹെ. കാരണം എന്താണ്, ഈ പ്രണയത്തിന്റെ സ്വാധീനം, അത് സ്വാധീനിക്കുന്ന ആരെയാണ്? മനസ്സിനെയാണ്. दिल पर लगने वाले ये दाग किसी और दिखाई नहीं देता, किसी और को दिखाई नहीं देता. ഈ മനസ്സിലേറ്റിട്ടുള്ള ഈ ഒരു ആഘാതം അതെന്ത് ചെയ്യില്ല, മറ്റുള്ള ഒരാൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എവിടെ നിന്ന് വെച്ചാൽ എന്റെ മനസ്സിലെന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റും. സിർഫ് ആഷിഖ് ഉസ്കോ മഹ്സൂസ് കർ സക്തേ ഹൈ, ദേഖ് സക്തേ ഹൈ. അതിന് ശരിക്കും ഫീൽ ചെയ്യുന്നത്, അനുഭവിച്ച് അറിയുന്നത് ആരാണ്? ആഷിഖ് മാത്രമാണ്. എന്നല്ലാതെ മറ്റൊരാൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, ബോധ്യപ്പെടൂല, മനസ്സിലാകൂല എന്നർത്ഥം. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കണ്ടു
റദീഫ് എന്താണ്? ഹേ ക്യാ ഹേ ക്യാ. ഹേ അടുത്ത ഷെയറിൽ എന്താണ്? ഹേ ക്യാ എന്നുണ്ട്, അടുത്ത ഷെയറിൽ ഹേ ക്യാ എന്നുണ്ട്, അടുത്ത ഷെയറിൽ ഹേ ക്യാ എന്നുണ്ട്, അടുത്ത ഷെയറിൽ ഹേ ക്യാ എന്നുണ്ട്. അപ്പൊ ഇതാണ് എന്ത്? റദീഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗസലുകളിലും മറ്റൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സിനെയാണ് എന്താ പറയാ? റദീഫ് എന്ന് പറയാ. കാഫി എന്താണ്? രോത്ത, ഹോത്ത, സോത്ത, ബോത്ത, ധോത്ത, ഖോത്ത. ഇതാണ് റദീഫ്, കാഫിയ എന്നുള്ളത്. അപ്പൊ റദീഫിന് തൊട്ട് മുമ്പുള്ള റൈമിംഗ് വേർഡ്സ് ആണ് എന്താ പറയാ? ആ കാഫിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. ഗൈറത്തെ യൂസുഫ് ഹേ യെ വക്ത് അസീസ് मीर उसको रायगन खोता है क्या? मीर गैरत यूसुफ है ये वक्त अजीज मीर उसको रायगान खोता है क्या? അവിടെ പറയുന്നത് നമുക്ക് കേട്ടെന്തോ പരിചയമുള്ള വേർഡ്സ് ആണ് അല്ലേ? യൂസുഫ് എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാമാണ്. അസീസിനെ നമ്മൾ കേട്ടിട്ടുണ്ട്, അസീസ് രാജയാണ് എന്നുള്ളത് അല്ലേ? അപ്പൊ നോക്കാം. ഇപ്പോ ഇവിടെ നമുക്ക് രണ്ടർത്ഥങ്ങൾ നമുക്ക് എടുക്കാം. യൂസുഫ് കി ഇസ്സത്ത് ഹെ ഗൈറത്മന്ത് ലോകം എന്നറിയില്ലേ? അഭിമാന ബോധമുള്ള ആളുകള്, ഗൈറത്തെ യൂസുഫ്. അപ്പോ ഗൈറത്മന്ത് ലോകം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ അഭിമാന ബോധമുള്ള ആളുകൾ. ഗൈറത്തെ യൂസുഫ് ഹെ, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അഭിമാന ബോധം. ഈ വക്ത് അസീസ്, ഇത് അസീസിന്റെ വക്താന്ന് വെച്ചാൽ ഈ അഹം വക്ത് ഹെ, ഇത് ഏറെ പ്രധാനപ്പെട്ട സമയമാണ്, ഏറെ അഭിമാനബോധം ഉണ്ടാവേണ്ട സമയമാണ്, അഭിമാനിക്കേണ്ട സമയമാണ്. മീർ ഇസ്കോ രായിഗാൻ ഖോത്താ ഹെ ക്യാ? ഏ മീർ തും ഇസ്കോ ക്യോ ബർബാദ് കർത്തെ ഹോ? നീ എന്തിനാണ് ഇത് ഇങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാതെ നീ എന്തിനാണ് നശിപ്പിക്കുന്നത് ഈ സമയത്ത്? ഇത് വിലപിടിപ്പുള്ള സമയമാണ്. അപ്പൊ ഇതിന് മീർ എന്നുള്ളത് തഖല്ലുസ് ആണ്. മീർ തക്കി മീറിന്റെ അപ്പോ മഖ്തയുടെ ഷെയറാണ്. അപ്പൊ ഇതിനെന്ത് ചെയ്യും? ഷായർ അപ്പന തഖല്ലുസ് ലാത്തെ ഹെ. മക്തക്ക് വേറെ പ്രത്യേകത എന്ത്? മക്തയിൽ എന്ത് ചെയ്യും? ഷായർ അപ്പനെ ആ മുഖാത്തബ് ഹെ, കവി കവിയോട് തന്നെയാവും അഭിസംബോധന ചെയ്യുന്നത്, മറ്റാരോടും അല്ല. അപ്പോ പറയണേ, ഓ മീർ ഗൈറത്തെ യൂസുഫ് ഹെ യെ വക്ത് അസീസ് ये बहुत अहम वक्त है और तुम्हारे सामने എന്തുണ്ട്? യൂസുഫ് അലൈഹിസ്സലാം ഈ എന്തുണ്ട്? ആ ഒരു അഭിമാന ബോധമുണ്ട്, ഇസ്സത്ത് അല്ലേ? मीर इसको रायगान होता क्या है? ओ मीर तुम उसको क्यों बर्बाद करते हो? നീ എന്തിനാണ് ഇതിനെ നശിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു തശ്രീഹ് എന്ന് വെച്ചാൽ ഇതൊരു നല്ല ഷെയറും കൂടിയാണ്. അപ്പൊ ഇതിന് നമ്മൾ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി എങ്കിൽ, നമ്മുടെ മനസ്സുകൊണ്ട് പോയി എന്നുണ്ടെങ്കിൽ, അപ്പൊ എന്താണ്? അപ്പൊ ഇങ്ങനെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പദങ്ങൾ, അതിന് പദസഞ്ചയങ്ങൾ, ഗ്രൂപ്പ് ലഫ്സ് യാ അൽഫാസ്, उसको कहते हैं तलमीह എന്നുള്ളത്. यानी किसी तारीखी या या मजहबी वाकये की तरफ इशारा देने वाले अल्फाज को हम तलमीह कहते हैं. ഇവിടെ यहाँ पर എന്താണ്? യൂസുഫ് എന്നുള്ളതുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാം, സുലൈഖ, അവരുടെ ആ ഒരു ഹിസ്റ്ററി കാരണം നമുക്ക് അറിയാലോ. അപ്പൊ അവിടെ എന്നും എന്താണ്? യൂസുഫ് അലൈഹി ഇസ്ലാം തന്റെ അഭിമാന ബോധം, അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, തന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു. നേരെ എതിർ സുലൈഖ ആരാണ് എന്ന് നോക്കിയില്ല. അവരുടെ രാജ്ഞിയാണെന്നോ മറ്റുള്ളവർ ആരാണോ എന്നുള്ളത് നോക്കിയില്ല. അവരുടെ ആഗ്രഹങ്ങൾ എന്തും നോക്കിയില്ല. അവരുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ വഴിപ്പെടാതെ തന്റെ അഭിമാന ബോധം കാത്തു സൂക്ഷിച്ചിട്ടുള്ള യൂസഫ് അലൈഹിസ്സലാം പറയണേ, വേറത്തെ യൂസഫ്, നിന്റെ മുമ്പിൽ എന്താണ്? യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അഭിമാന ബോധമുണ്ട്. ഈ വക്ത് അസീസ് ये बहुत अहम वक्त है मीर उसको रायगान होता है क्या? मीर उसको क्यों बर्बाद कर देते हो इस वक्त को? അപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, ജിസ് ഷെയർ കെ സരിയെ ഷായർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഖുദായ സുബ്ഹാൻ മീർ की ഗസൽ है, और എന്താണ് ഉറുദു और फारसी के मशहूर शायर है. ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഖുദായ സുബ്ഹാൻ के नाम से जाने जाते हैं. ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക വേണ്ടി വന്നാൽ. अबो इस शेर के जरिए शायर शायर वक्त की अहमियत पर अपनी रोशनी डालते थे. वक्त की अहमियत के बारे में बताया. സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. कहते हैं कि पैगंबर यूसुफ अलैहिस्सलाम को अपनी इज्जत कितनी अजीज थी. യൂസുഫ് അലൈഹി ഇസ്ലാമിന് തന്റെ അഭിമാനം എത്രത്തോളം പ്രധാനമായിരുന്നോ, പ്രിയപ്പെട്ടതായിരുന്നോ. ഇസി തര हमारी उम्र की हर वक्त हमें भी അസീസ് होना चाहिए. നമുക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളുടെ സമയം, കാലം എന്ന് വെച്ചാൽ അതിൽ നമുക്കും അഭിമാന ബോധം തോന്നേണ്ടതുണ്ട്, സ്നേഹം തോന്നേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ
ആയുസ് നമുക്ക് എന്താണ്, വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയും കളയേണ്ട വസ്തുവല്ല, ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തുവാണ് എന്നർത്ഥം. वो कभी भी अपनी इज्जत को खोने नहीं दिया. ഹസരത്ത് യൂസഫ് അലൈഹി ഇസ്ലാം തന്റെ അഭിമാന ബോധം ഒരിക്കലും എന്ത് ചെയ്തില്ല, നഷ്ടപ്പെടുത്താൻ സമ്മതിച്ചില്ല. ഖോനകൾ നഷ്ടപ്പെടുത്താൻ സമ്മതിക്കുക. ഉन्होंने अपनी इज्जत को बचाने के लिए हर मुमकिन कोशिश की. അദ്ദേഹം തന്റെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടത്തി. इसकी कामयाबी हो गई. इसी तरह हमें भी अपने वक्त का सही इस्तेमाल करना चाहिए. എല്ലാവർക്കുള്ള 24 മണിക്കൂർ നമ്മൾ പറയല്ലോ, എല്ലാവർക്കുള്ള ഒരു ആയുസ് എന്നറിയില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇസ് വക്ത് കോ ഹം ബി അച്ഛി തര സഹി ഇസ്തേമാൽ കർണ ചാഹിയെ, നല്ല രൂപത്തിൽ വിനിയോഗിക്കേണ്ടതിന് ठीक कामों में नेक कामों में दिल लगाना चाहिए. നല്ല നല്ല കാര്യങ്ങളിലേക്കായിട്ട് വേണം നമ്മളെ ഈ സമയങ്ങളും മറ്റും ഉപയോഗപ്പെടുത്താൻ. उसके बाद शायर अपने आप से मुखातिब होकर कहते हैं, ए मीर ഇതിന് ഖീമത്തി വഖ്ത് ക്യോ ബർബാദ് കർത്തേ ഹോ, ഇത്രയും നല്ല സമയം എന്തിനു നീ നഷ്ടപ്പെടുത്തണം എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു ഗസലിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ഗസലില് ഷായർ നമുക്ക് പറയാനുള്ളത് എന്താണ്, इश्क के बारे में, इश्क इसका जो मौजू है और उसमें इश्क की जो मुख्तलिफ कैफियत के बारे में, नफ्सियात के बारे में वो बयान किए हैं. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് തോന്നുന്നത് वो अपनी जो एहसास को, अपने जो एहसासात है वो हमारे भी एहसासात है. അദ്ദേഹത്തിന്റെ ഫീലിങ്സ് നമ്മളെ കൂടെ ഫീലിങ്സ് ആണ് നമുക്ക് തോന്നിപ്പോകും, നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അതാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കുറെ മുന്നേ എഴുതിയതാണെന്നുണ്ടെങ്കിൽ ഇന്നും നമുക്ക് എന്താണ് പ്രസക്തമായി തോന്നുന്നതാണ്. അപ്പൊ ഇങ്ങനെ കാലങ്ങളെ ഭേദിച്ചുകൊണ്ട് നിൽക്കുന്നതിന് പറയുന്ന പേരാണ് ക്ലാസിക് എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഇതിന് ഇത്ര കാലം അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാകൂല ക്ലാസിക്കൽ പോയട്രി ആകുമ്പോൾ. അപ്പൊ എല്ലാ കാലങ്ങളെയും കാലാവസ്ഥകളെയും അതുപോലെ തന്നെ രാജ്യ അങ്ങനെയുള്ള അതിർത്തി ഭേദങ്ങളെയും ഒക്കെ അതിശയിക്കുന്നതാണ് ഇത് ക്ലാസിക്കൽ പോയട്രി. അപ്പോ മീർ തഖി മീർ ഒരു ക്ലാസിക്കൽ പോയറ്റ് ആയിരുന്നു. ഓക്കെ, ശുക്രിയ.